കേരളത്തിനകത്തും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് കല്ലുകൊണ്ടുള്ള ശില്പങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് അങ്ങനെ നിർമ്മിക്കുന്നത്. അതിലൊന്നാണ് കുന്നംകുളത്തുള്ള കുറുക്കംപാറയിലുള്ള ഈ ഒരു ഏരിയ. ഇവിടെ ഒരുപാട് ഇങ്ങനെ കല്ലുകൊണ്ട് ശില്പങ്ങളും വിളക്കുകളും അമ്മി, കുഴ, പിന്നെന്താ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. കല്ലുകൊണ്ട് നിർമ്മിക്കാവുന്ന എന്തും ഇവിടെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഏരിയ, ഒരു വഴിവക്കിൽ ഇങ്ങനെ നിറയെ ഇതുപോലുള്ള കടകളാണ്. ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ടാണ് ഇവർ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കല്ലിൽ ഇങ്ങനെ രൂപങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള, ജീവിതത്തിൽ ഒരുപാട് രൂപങ്ങൾ നിർമ്മിച്ചിട്ടുള്ള, ഒരുപാട് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ടുള്ള, ഒരുപാട് കൽശില്പങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുന്നംകുളത്തുള്ള കുറുക്കൻപാറയിലുള്ള കല്ലുകൊണ്ട് നിർമ്മിക്കുന്ന ഒരുപാട് ശില്പങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കുള്ള ഇതുപോലുള്ള ഐറ്റംസ് നൽകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇന്ന രൂപം വേണം, അല്ലെങ്കിൽ ഇന്ന വലിപ്പത്തിൽ ഇന്ന രൂപമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് കറക്റ്റ് ആ ഒരു രൂപം കൊത്തിയെടുത്ത് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ഹാർഡ് വർക്കൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കല്ല് പൊട്ടിച്ച് അതിൻ്റെ ആ ഒരു കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു രൂപത്തിലൊക്കെ ഇത് എത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് എടുക്കണം അല്ലേ. ഒരു കല്ല് എടുത്തിട്ട് അത് കറക്റ്റായിട്ടുള്ള അളവിൽ മുറിച്ച് അതിന് ഈ ഒരു പോളിഷിംഗ് ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് ഓരോരോ രൂപങ്ങളും. അതിപ്പോൾ ഈ ഒരു വിളക്കെടുക്കുകയാണെങ്കിലും അതെ, വിഗ്രഹങ്ങൾ, ഗണപതി, ഭദ്രകാളി, സരസ്വതി, അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ കാണാനായിട്ടും. നമുക്ക് ആവശ്യാനുസരണം നമ്മൾ കൊടുക്കുന്ന രൂപം എന്താണെങ്കിലും കല്ലിൽ അവരത് കൊത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചാണ് അവർ ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ ആവശ്യാനുസരണം വരുന്നവരുടെ ആവശ്യാനുസരണം അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കല്ലുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ആവശ്യപ്പെടുന്ന രൂപത്തിൽ കല്ലിനെ മാറ്റിയെടുത്ത് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലേക്ക് നമ്മളെ, അതായത് ഒരു കല്ല് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയില്ല അതിന് ഇങ്ങനെ ഒരു രൂപത്തിൽ എത്താൻ പറ്റുമോ എന്ന് നമ്മൾ ശരിക്കും വിസ്മയിച്ചു പോവും. അവരുടെ ആ ഒരു ടാലൻ്റൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. എത്രയോ വർഷങ്ങളായിട്ടാണ് അവർ ഈ ഒരു ഫീൽഡിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് അനായാസമായിട്ടായിരിക്കും. പക്ഷെ നമുക്ക് കാണുമ്പോൾ ശരിക്കും സാധാരണ ആളുകൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എത്രയും പൊടിയും പിന്നെ ഈ കൊത്തുന്ന സമയത്തുള്ള ആ ഒരു കല്ല് ചീളുകൾ തെറിക്കുന്നതും അങ്ങനെയുള്ള വളരെ എന്താ പറയുക, ഒട്ടും ഈസി ആയിട്ടുള്ളൊരു പണിയല്ല. അതവർ വളരെ അനായാസം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് അജിതൻ ചേട്ടനാണ്. അജിതൻ ചേട്ടൻ്റെ ഇവിടുത്തെ ഒരു ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടൻ തന്നെ പറയട്ടെ. കാരണം ഒരുപാട് വർഷമായി ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഒരു വലിയൊരു നമ്പർ ആണ് കയ്യിലുള്ളത്. അപ്പോൾ എന്തായാലും ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. അജിതൻ ചേട്ടാ, എത്ര വർഷമായി ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിൽ പഠിപ്പ് തുടങ്ങിയിട്ടുള്ള ഇത്? ആദ്യം അമ്മിക്കുഴയാണ് പണിയണത്. വിഗ്രഹങ്ങളൊന്നും പണിയില്ല. ഇപ്പൊ വിഗ്രഹങ്ങളൊക്കെ പണിയും എല്ലാം. മറ്റേ വെറുതെ ഒരു വാക്ക് പറയില്ല. നമ്മള് എന്ത് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു ആ സാധനം അപ്പൊ തന്നെ അപ്പഴേക്കപ്പോ കൊത്തി കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ 4ാം ക്ലാസ്സിലെന്നൊക്കെ പറയുമ്പോ അപ്പൊ അച്ഛനൊക്കെ ഇതിലായിരിക്കും അല്ലേ. അപ്പൊ അതിങ്ങനെ കണ്ട് നമ്മളും അങ്ങനെ ചെറുപ്പത്തിലേ തുടങ്ങി തന്നെ പഠിച്ചെടുത്തു അല്ലേ. ആശാമാരൊന്നുമില്ല നമ്മുടെ സത്യാവസ്ഥയിൽ. നമ്മള് സ്വന്തമായിട്ട് ഒരു അമ്മിക്കുഴ കൊത്തി, അമ്മിക്കുഴയുടെ മുകളിൽ നമ്മുടെ പണി കൊണ്ടുപോകാം. സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മിക്കുഴയിലാണ്. മറ്റേ വിഗ്രഹങ്ങൾ പണിയുമ്പോൾ ആദ്യം ഗണപതിനെ എടുത്തിട്ട് മൂഷികനെ എടുത്തിട്ട് പണിയാ. അത് ഓരോ ആർട്ടിസ്റ്റിന്റെ നമുക്ക് ആ പരിപാടിയൊന്നുമില്ല. നമുക്ക് തോന്നി ഇന്നിപ്പോ ഒരു ശില്പം ആ ശില്പം കൊത്തും. എന്തെങ്കിലും അതിന്റെ രൂപം നോക്കിയിട്ടാണോ അത് ചെയ്ത? മനസ്സിലുള്ള രൂപം വെച്ചിട്ട് അത് നമുക്ക് ഇവിടെ ഓർഡർ ചെയ്യുമ്പോൾ ഇന്ന അളവിന് ഇത്ര ഇതുള്ള സാധനം നമുക്ക് പണം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവിനുള്ള സാധനം. അതിപ്പോ ഭദ്രകാളി ആയാലും വേണ്ടില്ല, കൃഷ്ണനായാലും വേണ്ടില്ല, ശിവനായാലും വേണ്ടില്ല, പാർവതി ആയാലും വേണ്ടില്ല. അത് അവരാ തരുന്ന കാറ്റലോഗില് ആ സാധനം ഇത്ര അളവ്, അതൊക്കെ അളവാണ്. ഓരോ അമ്പലങ്ങളിലേക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അളവുകളാണ് വരിക. അത് നമ്മളിവിടെ റെഡിമെയ്ഡ് പണിത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിപ്പോ നമ്മളിപ്പോ ഒരു ശ്രീകോവിലിന്റെ ഉള്ളളവ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള രൂപങ്ങളാണ് നമ്മളതിൽ കൊത്ത്. അതുകൊണ്ട് വെറുതെ ഒരു രൂപ കൊണ്ട് ഇത്തിരി വലിയ കാര്യമൊന്നുമില്ല. നമ്മള് കൊത്തിയെടുത്ത രൂപങ്ങളാണ് ഒരുപാട് പേര് ആരാധിക്കുന്ന രൂപങ്ങള്. അപ്പൊ നമ്മൾ ആ അമ്പലത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് കൊത്തിയ രൂപ ഞാൻ ഇപ്പൊ കൊത്തിയത് പിന്നെ ഈ ദൈവം ഇന്നിപ്പോ കാണില്ല. നമുക്കിപ്പോ അവിടെ ഞാൻ കൊത്തിയ ശില്പാണെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയാലൊന്നും പറ്റില്ല. അതില്ല. പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് നമുക്കൊരു അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ വിചാരിക്കും ഭഗവാനെ ഞാൻ നിർമ്മിച്ച കല്ലല്ലേ അത് നമ്മുടെ മനസ്സിൽ സങ്കല്പമാണ്. അതില് എത്ര ആൾക്കാർ വന്ന് തൊഴുണ്ട്. നമ്മളാ സാധനമൊക്കെ ഇവിടെ ചവിട്ടിയുടെ പണിയാണ്. അതവിടെ നമ്മൾ അതിനെ ആവാഹിച്ച് പുനർപ്രതിഷ്ഠ ചെയ്യുമ്പോഴാണ് ശരിക്കും അതിനുള്ള ശാന്ത രൂപം വരുന്നത്. അതിന്റെ അല്ലാണ്ട് നമ്മള് വെറുതെ കൊത്തിയിട്ട് ഈ ഇവിടെ പൊടിയിലും മണ്ണിലൊക്കെ കിടന്നിട്ടുള്ള ഒരു ഭഗവാൻ അവിടെ കൊടുത്തേക്ക് അല്ല, അങ്ങനെയല്ല. നമ്മൾ ഐതിഹ്യം പറയുന്നത് വെച്ചാല് അതിനൊരു 40,000 തലത്തില്
ഇത്ര 3, 5, 7 ദിവസം വരെ 40 വെള്ളത്തിൽ ഇട്ടിട്ട് അലക്കുളത്തിൽ കൊണ്ടിട്ടിട്ട് ആ സാധനത്തിനെ ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് നമ്മൾ അതിനെ ആവാഹിച്ചിട്ട് ആ സാധനത്തിനെ പുനർപ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മമാണ് കൊടുക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഈ നമ്മൾ കൊത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആളുകളൊക്കെ അന്വേഷിച്ച് വരുമല്ലോ, നമുക്ക് ഇത് വേണമെന്നൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങൾ തന്നെയാണോ കൊത്താനായിട്ട് വരിക, അതോ വേറെ എന്തെങ്കിലും? കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണാടി, മറ്റേ ഭദ്രകാളിയുടെ വിഗ്രഹങ്ങൾ, കൃഷ്ണന്റെ, ശിവന്റെ, ബുദ്ധന്റെ ഓരോ സിലുകളുണ്ട്. അതിനൊക്കെ ഓരോ അനുസരിച്ചുള്ള ഓർഡറുകളാണ് വരിക. അപ്പൊ അതിനനുസരിച്ച് ഓർഡർ കാണിച്ച് നമ്മൾ പണിത് കൊടുക്കും. അല്ല, വിഗ്രഹങ്ങൾ തന്നെയാണോ കൂടുതലായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്ത് തരിക, അല്ലാതെ മറ്റു ഐറ്റംസ് എന്തെങ്കിലും? ഇങ്ങനെ വിളക്കൊക്കെ, വിളക്ക്, കട്ട്ള, സോപാനം, വിളക്കാണ് കൂടുതൽ സെയിൽ കൊടുക്കുന്നത്. പിന്നെ പഴയ പോലെ അമ്മിക്കുഴ ആര് മേടിച്ചോണ്ടിരിക്കുന്നു. കെട്ടി കൊടുന്ന പെണ്ണുങ്ങൾക്ക് തന്നെ ഇപ്പൊ അത് അമ്മിക്കുഴ എടുത്തല്ലേ എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പൊ മിക്സിയും ഗ്രൈൻഡർ ഒക്കെ ആയില്ലേ, അതുകൊണ്ട് ആ ഒരു ഏരിയ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഉണ്ടാക്കലേ അമ്മിയുണ്ട്, ഉണ്ടാക്കേണ്ട ആവശ്യം വരാറുണ്ടോ? അമ്മിയുണ്ട്, ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. അമ്മി, ആട്ടില്, ഒരല്, ഇതൊക്കെ പണിയാൻ എനിക്ക് അറിയണ. പക്ഷെ പഴയ അത്ര ആവശ്യം ഇപ്പൊ വരുന്നില്ല, ആവശ്യക്കാര് കുറഞ്ഞു അല്ലേ അതിന്റെ? എന്നാലോ ഒരു വീട് പണിത് കഴിഞ്ഞാൽ ഒരു അമ്മി ഇല്ലാത്തൊരു കുടുംബം ഉണ്ടാവില്ല. അല്ല, അത് ശരിയാണ്. അത് എന്റെ വീട്ടിലിരിക്കുന്നത് ഒരു 25 വയസ്സുള്ള ഒരു അമ്മിയാണ്. അത് ഞാൻ പണിത് തന്നെയാണ്. അല്ല, അതിന് വില കൽപ്പിക്കില്ല. ഒരു വീടായാൽ ഒരു അമ്മി വേണം, അത് കാര്യം ഉറപ്പാണ്. ഉപയോഗിക്കുന്നില്ലെങ്കിലും ആ അടുക്കളയിൽ ആ സാധനം വേണം. ചേട്ടന്റെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, 4 വയസ്സിൽ തുടങ്ങിയതാണ് ഇവിടെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പണി തീർത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷം അല്ലെങ്കിൽ ആത്മനിർവൃതി തന്നിട്ടുള്ള അത് എന്ത് ചെയ്തപ്പോഴാ, എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം? ഈ വിഗ്രഹങ്ങൾ തന്നെയാണോ? ഇല്ല, നമ്മളെ സാധനം നമ്മൾ നിർമ്മിച്ച വിഗ്രഹങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു സന്തോഷം, അതായത് അവർ ദർശനത്തിൽ വരുമ്പോൾ നമ്മളത് അവരുടെ സന്തോഷത്തിന് നമ്മളവിടെ ഏറ്റ് കൊടുക്കുകയാണ് നമ്മൾ പണിത്. അപ്പൊ നമ്മുടെ പിടുത്തം വിട്ടു. പിന്നെ അവർ കൊണ്ടുപോകുമ്പോൾ അവരാണ് അത് അവിടെ ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അപാകത ഇല്ലാണ്ട് നമ്മൾ ഈ സാധനം പൊട്ടിയിട്ടോ കേടോ ഇതൊന്നും ആ സാധനം വെച്ചിട്ട് ഉപയോഗിക്കില്ല. പൊട്ടി വിഗ്രഹങ്ങളൊന്നും ഇതുവരെയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കൊടുത്തിട്ടുമില്ല. പണിയില്ല. പണിത സാധനം നാശമാണെങ്കിൽ അപ്പൊ സാധനം അങ്ങോട്ട് എടുത്താൽ മാറ്റിവിടും. ആ പണി വേസ്റ്റായി നടക്കാവുള്ളൂ. അതിൽ നഷ്ടം വേണ്ട, ലാഭം വേണ്ട. അങ്ങനെ ചെയ്യില്ല ഞാൻ, അങ്ങനെ ചെയ്യൂല. ഒരുവിധമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. പക്ഷെ ചെയ്യണവരുണ്ട്. എനിക്കത് നോക്കണ്ടാവില്ല. എന്റെ കാര്യത്തിലേക്ക് പറയാൻ പറ്റുള്ളൂ. കൊടുക്കണവര് പലരും പണിയുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് റിസ്ക് ഉണ്ടല്ലേ? ഇത് കാണുമ്പോ തന്നെ നമുക്ക് അതെങ്ങനെ എളുപ്പം ചെയ്യാവുന്ന കാര്യമല്ലല്ലോ. എളുപ്പമല്ല, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രയത്നിക്കുന്നതാണ് നമുക്ക് അതിൻ്റെ അത്. നമ്മളിപ്പോ ഒരു കല്ലെടുത്ത് നമ്മളിപ്പോ ഒരു കല്ലെടുത്തിട്ട് നമ്മളിത് പൊട്ടിക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നി അതെങ്ങനെ പൊട്ടിക്കണം നമ്മൾ ചിന്തിക്കുക. ഒരു കല്ലെടുത്ത് അതെങ്ങനെ പൊട്ടിക്കണം. ഇതിപ്പോ ഈ ഒരു കഷ്ണം കല്ലെടുത്തിട്ട് ഞാൻ 6 പീസാക്കിയിട്ടാ മുറിച്ചിട്ട് ഞാന്. അപ്പൊ അതിന് നമുക്ക് 2 കഷ്ണം കല്ല കിട്ടുന്നത്. ഏത് അളവിനനുസരിച്ച് ഇത് തറക്കി കല്ലിടാനുള്ളതാ. അപ്പൊ ആ കല്ലിന് നമ്മൾ എങ്ങനെ ഇതിപ്പോ ഇത് വരച്ചിട്ട് നോക്കുന്നു. അളവിനനുസരിച്ച് അളവിനനുസരിച്ച് നമ്മൾ ആ സാധനം അടുത്ത കല്ല് ഇത് പൊട്ടിക്കാൻ പോണു. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താ എങ്ങനെ ഈ കല്ല് പൊട്ടിക്കാന്ന്. ഇതിങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വരച്ച പോരില്ല. ആ വരച്ചതിന് നമ്മൾ കറക്റ്റായിട്ട് പൊട്ടും വേണം. അങ്ങനെ ആദ്യമായിട്ടൊന്നും പൊട്ടിക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒരാൾ വന്നിട്ടൊന്നും പെട്ടെന്നൊന്നും ഇത് നോക്കി നിന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതുപോലെ അതിൻ്റെതായിട്ടുള്ള വശങ്ങൾ അറിയണം, എന്നാലാണ് അവനത് ഇത് ഇപ്പൊ നമ്മള് വെറുതെ ഉണ്ട് ഒരാളെ കൊണ്ട് ഓടി വന്നിട്ട് ഒരു തല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ നടക്കില്ല. ചിലപ്പോ അവനോട് ചോദിക്കേണ്ടി വരും, ചിലപ്പോ പോകണം ചെയ്യുക. അപ്പൊ അത് നമ്മളതിന് കണ്ട ആ വശങ്ങൾ അതിന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അതിനെ എങ്ങനെ പൊട്ടിക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ അതുപോലെ ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല അപകടകരമായിട്ടുള്ളൊരു ജോലി തന്നെയാണ്. കാരണം അതിന്റെ ചീളുകളൊക്കെ കയ്യിന് അപകടം പറ്റാം. അങ്ങനെ ഈ നഗരി എത്ര പ്രാവശ്യം ഇതേപോലത്തെ ഈറ്റിയോണ്ട് 3 ഈറ്റിയോണ്ട് എത്ര പ്രാവശ്യം നഗരി പോയിന്ന് പറയും ചെറുപ്പത്തിലേട്ടാ. ഇപ്പോഴല്ല, ഇപ്പൊന്നുമില്ല. നമ്മളിപ്പോ പണി പ്രാക്ടിക്കലായിട്ട് കഴിയില്ല. എന്നാലും ഒരു അടി തെറ്റി കഴിഞ്ഞാൽ അത് കയ്യിന്റെ മുകളിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് തുടക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതുപോലെ ഓർഡറുകൾ ഇങ്ങനെ വരുന്നില്ല. അപ്പൊ നമ്മൾ ഏത് ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഓർഡർ വരും? നമ്മുടെ കണ്ണൂര്, തലശ്ശേരി, കാസർഗോഡ്, വയനാട്. ഞങ്ങൾക്ക് അവിടെ ഒരു അമ്പലപ്പണി ഉണ്ട്. അവിടെ തിരുനെല്ലി അമ്പലത്തില് ശിവന്റെ അമ്പലത്തിൽ കംപ്ലീറ്റ് ഫുൾ അമ്പലപ്പണി മാത്രമേ എടുക്കാറുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒന്നുമില്ല. ആ പണി കംപ്ലീറ്റ് പോയി കഴിച്ചതിൻ്റെ ശേഷം പിന്നെ കൊണ്ട് പുറത്ത് കയറുള്ളൂ. ഇവിടെ നമ്മുടെ സാധനങ്ങൾ കോതരക്കിലാണ് ഇവിടെ ഫുൾ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് കോതര, പെരിങ്ങോട്, അക്കികാവ്, തിരുവോട് അവിടെയാണ് ഫുൾ പണികൾ. അവിടെയാണ് മിനിസ്റ്റേഴ്സ്. ഇവിടെ ചുരുക്ക സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇപ്പം എന്തെങ്കിലും കച്ചവടമൊക്കെ കിട്ടണ്ടേ. അല്ലാണ്ട്
അരിമണി മേടിക്കണ്ടേ? തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓർഡറുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവും. അമ്പലപ്പണി കൂടാണ്ട് നമുക്ക് കൂടുതൽ പോണത് വല്ല ഇഞ്ചിക്കല്ലോ അല്ലെങ്കിൽ അമ്മിക്കോഴയോ അമ്മിയോ ഇതൊക്കെയാണ് നമ്മുടെ ഇത്. കൂടുതൽ ഇഞ്ചി പച്ചമുളക് ചതക്കണ സാധനമാണ് ഇതായിരിക്കണു. അതിന് വില കാണില്ല. നോക്കുമ്പോ 600 റുപ്യേന് വില. ഒരു വീട്ടില് ആ സാധനം ഇല്ലാതെ കുടുംബം ഉണ്ടാവില്ല. അപ്പൊ ഒരു ചെറുത് കിട്ടണത് 250 റുപ്യ കൊടുക്കണം. പക്ഷെ അത് തീരെ മറിച്ച് അത് വരവുണ്ട് 150 റുപ്യ ഉള്ളൂ. കോയമ്പത്തൂരിൽ നിന്ന് ഇറക്കുമതിയുണ്ട് 150 റുപ്യ ഉള്ളൂ. പക്ഷെ നമ്മള് പണിയുമ്പോ ഈ സാധനത്തിന് ഇത്ര കാശ് വരും. ഫിനിഷിംഗ് അല്ല, അത് ധൈര്യത്തിൽ നമുക്ക് ജ്യൂസ് ചെയ്യാം. മറ്റേലാകുമ്പോ ഇഞ്ചി ചതയാലും പാടണം. വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്, സാമ്പിൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തായാലും ചേട്ടന്റെ പണികൾ നടക്കട്ടെ. ആയിക്കോട്ടെ. ഇതിപ്പോ നമ്മുടെ സ്വന്തം പണി ചെയ്യാറുണ്ട്. നമുക്ക് ആർക്കും കണക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലേ. നമുക്ക് 1 കിലോ അരി മേടിക്കാനുള്ള കാശ് അന്നു. എനിക്ക് 4 പെൺകുട്ടികളാണ്. 4 ആളുടെയും കല്യാണം അയച്ചു കൊടുത്തു. എല്ലാവർക്കും അതിൽ ചെറിയൊരു പേരക്കുട്ടി. ഇവൻ മാത്രം ഒരു ആൺകുട്ടിയുള്ളൂ. പിന്നെ ഉള്ളവർക്കൊക്കെ പെൺകുട്ടികളുണ്ട് 4 ആൾക്കും. അതിൽ ഇവനാണ് ഏറ്റവും താഴെയുള്ളതിനൊരു ആൺകുട്ടിയുള്ളൂ. അപ്പൊ പഠിപ്പ് വെള്ളിയാഴ്ച ഇവന് കൊണ്ടുവരും. ഇവൻ ചെറുലേത്താ പഠിക്കണത്. അപ്പൊ ഇവിടെ വെള്ളിയാഴ്ച സ്കൂൾ കൂട്ടി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഇവിടെ കുറച്ച് അപ്പൊ എന്റെ തലമുറകളെന്ന് പറയാൻ കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് ആൺകുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ മക്കളുടെ ഒരു ആൺകുട്ടികളെന്ന് പറയാലോ. തലമുറകളെന്ന് പറഞ്ഞാൽ എന്റെ പണിയെന്ന് പഠിപ്പിക്കാനായിട്ട് എനിക്ക് ആ ഒരു കുട്ടികളില്ല. എന്റെ മക്കളുടെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ അതും ഒരു ബഹുമാനല്ലേ. ഒരു തല പിടിക്കാൻ ഒരാൾ വേണ്ട. ഇതിനൊക്കെ ആവുമ്പോ 250 റുപ്യ വരും. ഇത് ധൈര്യത്തിൽ യൂസ് ചെയ്യാം. ശബ്ദം ഇവിടെ കാണില്ല. ഇതിന് 150. അല്ല നമ്മളതിന് കൂടുതൽ പറയണില്ല. നമുക്ക് ഏറ്റവും ഇപ്പൊ ആൾക്കാർ വിപണിയിൽ ചോദിക്കണ എന്തായാലും ഏറ്റവും വില കുറവുള്ളത് ഉപയോഗം നടക്കും വേണം. അപ്പൊ ഇതിന് നല്ലൊരു ഭംഗിയുണ്ട്. 250 രൂപ വരുന്നുള്ളൂ. 250 റുപ്യ ഇതിന് 500 റുപ്യ വരും കേട്ടോ. അതിന് കുറച്ചും കൂടെ ഡിസൈൻ മാറിയിട്ടുണ്ടല്ലേ. അതൊക്കെ ഓരോ വെറൈറ്റി പണിയണതിനനുസരിച്ചിരിക്കും കാര്യങ്ങള്. ഇത് ഇതിന് 750 റുപ്യ ഉള്ളൂ. അതെന്താ? അമ്മി അലക്കല്ല, അമ്മി. അമ്മിയുടെ പുതിയ രൂപം. പഴയ രൂപത്തൊക്കെ പുതിയ രൂപം. ചെറിയ അമ്മി. പഴയ കാലത്തൊക്കെ ഈ വലിയ അമ്മിയൊക്കെ പോവുക. അതല്ല, നമ്മൾ ഈ അലക്കാനൊക്കെ നമ്മളിപ്പോ ബാത്റൂമിൽ ഇങ്ങനെ ചെറിയൊരു ടൈലിന് പകരം വെക്കുമല്ലോ. നമുക്ക് കാല് കഴുകാനും അതുപോലെ അലക്കാനൊക്കെ ആയിട്ട് ഒരു ടൈലിന് പകരം ഇത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നമുക്ക് കാല് വരയ്ക്കാം. ചിലപ്പോൾ തുണി എന്തെങ്കിലും നമ്മുടെ ഇത് ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വിളക്കുകള് 3 തട്ട്. അതാവുമ്പോ 1 2 3 7 തട്ട്. 5 തട്ട്. 5 പിന്നെ 9 വരിക. ഇവിടെ 7 5 3 മാത്രമേ ഉള്ളൂ. 9 ഇപ്പൊ ആവശ്യാനുസരണം മതിയാണെങ്കിൽ ചെയ്ത് കൊടുക്കും അല്ലേ. ഇതിപ്പോ നമ്മൾ സ്റ്റോക്ക് ചെയ്തതാണ് ഈ കാണുന്നത്. പിന്നെ ഇനി എന്ത് വേണമെന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്ത് കൊടുക്കും. നിങ്ങൾ എന്ത് ആവശ്യപ്പെടുന്നു ആ സാധനം കാറ്റലോഗിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് രൂപ അതുപോലെ കൊത്തിയാരെന്ന് പറഞ്ഞാൽ അതേപോലെ ഇത് തരാതാണ്. അതിനിട്ട് വെറൈറ്റി സാധനം അവിടെ ഉണ്ട്. വേറെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ നമുക്ക് വീടുകളിലൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ തുളസിത്തറയൊക്കെ വെച്ചിട്ട് വെക്കാനൊക്കെ അല്ലേ. വെക്കാനാണ് ഇപ്പൊ നമ്മള് കൂടുതൽ ഉപയോഗിക്കുക. ഇതിനധികം കാശൊന്നും 250 രൂപ. നമ്മൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് എടുക്കുന്നതിന്റെ ആ ഒരു ഈ ഒരു പൈസക്ക് നമുക്കത് കിട്ടും, ലാഭം തിരിച്ചു കിട്ടും. ചേട്ടൻ കഷ്ടപ്പെട്ട് ഈ കല്ലൊക്കെ മുറിക്കുന്നത് കാണുമ്പോൾ തന്നെ. അതല്ല, നമ്മളിപ്പോ അത് കല്ലും അതിന്റെ പണിക്കാശും ഇതൊക്കെ കൂടി ആവറേജ് ബ്ലേഡിന്റെ ഇതിന് കപ്പിന്റെ കാശ് കൂടി കഴിഞ്ഞാൽ നമുക്കൊരു 50 രൂപയുടെ കാശ് കിട്ടണം. അത്രേ നമ്മൾ ഉദ്ദേശിക്കുള്ളൂ. അല്ലാണ്ട് ഇതിന്റെ പകുതി ലാഭം കിട്ടണം എന്ന് പറഞ്ഞാൽ ഞാനതൊന്നും ഉദ്ദേശിക്കുന്നില്ല. പണിയെടുക്കണേ ഒരു 50 റുപ്യ നമുക്കൊരു 50 റുപ്യ നമുക്ക് അതിന് മെച്ചം കിട്ടണം. നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കള്ളും വെള്ളം കുടിക്കുന്ന ആൾക്കാരല്ലോ. അപ്പൊ എന്തായാലും ചേട്ടന്റെ പണി നടക്കട്ടെ.